Welcome to class 11 physics. This is for HSC, CBC and ISC first year students. Class 11 physics. Class number P117. Superposition of waves and stationary waves from chapter 15 waves. ഇപ്പോൾ ചാപ്റ്റർ 15 വേവ്സ് ആണ് ചാപ്റ്റർ 15. അതിലെ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് അതുപോലെ സ്റ്റേഷണറി വേവ്സ് ഈ രണ്ട് ടോപ്പിക്കാണ് ഈ ക്ലാസ്സിലെ ഡിസ്കഷൻ. സോ വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്? എന്താണ് പ്രിൻസിപ്പിളിൻ്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? വേവ്സ് ഇങ്ങനെ കൂടിച്ചേരുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയുകയാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് states that when a medium is disturbed simultaneously by a number of waves, the instantaneous resultant displacement of the medium at every instant is the vector sum of the displacements of the medium due to individual waves in the absence of others. The principle of superposition of two or more waves states that when a medium is disturbed simultaneously by a number of waves, the instantaneous displacement of the medium at every instant is the vector sum of the displacements of the medium due to individual waves in the absence of others. അതായത് അനേകം വേവുകൾ ഒരു പോയിന്റ് കൂടി കടന്നു പോവുകയാണെങ്കിൽ, മീഡിയത്തിലെ ഒരു പോയിന്റിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ പോയിന്റിലുള്ള ആകെ ഡിസ്പ്ലേസ്മെൻറ്റ് എല്ലാ വേവുകളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കൂട്ടിയെടുത്താൽ മതി. When a number of waves pass through a medium, the displacement at any point can be defined as the algebraic sum or the vector sum of the individual displacements of the waves. The resultant displacement at a point due to the superposition of two or more light waves can be defined as this vector sum or the algebraic sum of the displacements due to the individual waves. ഒരു വേവും ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റുകൾ കൂട്ടിയെടുത്താൽ എല്ലാ വേവും ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് തുല്യമാകും. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ്? ഈ y1, y2, y3 എക്സെട്ര be the displacements due to waves 1, 2, 3 etc. acting separately, then the resultant displacement y is given by y is equal to y1 plus y2 plus y3. ഇപ്പോൾ y is equal to a sin omega t plus epsilon അല്ലെങ്കിൽ y is equal to a sin omega t minus phi, അങ്ങനെയാണ് വേവ് ഇക്വേഷൻ നമ്മൾ പറയുന്നത്. വൈയെ വിളിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പം നമ്പർ ഓഫ് വേവ്സ് ഒരു പോയിന്റിൽ പതിക്കുകയാണെങ്കിൽ, മീഡിയത്തിൽ ഒരു പ്രത്യേക പോയിന്റിൽ പതിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആകെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റും കൂട്ടിയെടുത്താൽ മതി. y is equal to y1 plus y2 plus y3 plus etc. എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. y1 ഒന്നാമത്തെ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, y2 രണ്ടാമത്തേൻ്റെത്, y3 മൂന്നാമത്തേത്, അങ്ങനെ പോകും. അപ്പോൾ എല്ലാ വേവും മീഡിയത്തിൽ ഒരു പോയിന്റിൽ ഇൻസിഡൻ്റ് ആകുകയാണെങ്കിൽ അവിടെയുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ വെക്ടർ സമാണ്. y is equal to y1 plus y2 plus y3 plus etc. എന്ന് പറയും. ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് കേസസ് ഓഫ് സൂപ്പർ പൊസിഷൻ വേവ്സ്. ഇപ്പോൾ വേവ്സ് ഒന്നിന് പുറത്ത് മറ്റൊന്ന് പതിക്കുക, സൂപ്പർ ഇമ്പോസ് ചെയ്യുക. അതിന് 3 കേസുണ്ട്. 3 cases. Number 1, when two waves of the same frequency moving in the same direction superpose over each other, the phenomenon of interference takes place. When two waves of same frequency moving in the same direction superpose each other, the phenomenon is called interference. അപ്പോൾ ഈ ഇൻ്റർഫറൻസ് നമ്മൾ പഠിക്കുന്നത് ലൈറ്റിനകത്താണ്. ഒരേ ഫ്രീക്വൻസി ഉള്ള രണ്ട് വേവുകൾ ഒരേ ദിശയിൽ പോവുകയാണ്. അവ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ അവിടെ സംഭവിക്കുന്ന ഫിനോമിനാണ് ഇൻ്റർഫറൻസ്. അത് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കും, ഒപ്റ്റിക്സിനകത്ത് പഠിക്കും. നമ്പർ 2, വെൻ ദി ടു വേവ്സ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ സൂപ്പർ ഇമ്പോസ് ഓവർ ഈച്ച് ദർ, ദ ഫിനോമിനൻ ഓഫ് ബീസ് ടേക്സ് പ്ലേസ്. ഒരു വ്യത്യസ്തമായ ഫ്രീക്വൻസിയുള്ള ചെറിയ വ്യത്യാസ ഫ്രീക്വൻസിയിലുള്ള രണ്ട് വേവ് മുന്നോട്ട് പോയി സൂപ്പർ ഇമ്പോസ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ബീറ്റ്സ് ആയിരിക്കും. ഇനിയുണ്ട് ഓപ്പോസിറ്റായിട്ട് പോവുകയാണെങ്കിൽ, വെൻ ടു വേവ്സ് ഓഫ് ദി സെയിം ഫ്രീക്വൻസി മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ സൂപ്പർപോസ് ഈച്ച് അതർ, ദ സ്റ്റേഷണറി വേവ്സ് ആർ ഫോംഡ്. ഇപ്പോൾ രണ്ട് വേവ് എതിരായിട്ട് പോവുകയാണെങ്കിൽ, ഒരേ ഫ്രീക്വൻസിയാണ് എതിരായിട്ട്
പോവുകയാണെങ്കിൽ അവ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ എല്ലാം സൂപ്പർ പൊസിഷൻ തന്നെ, അത് സൂപ്പർ ഇമ്പോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ടെർഷ്യറി വേവ് ആയിരിക്കും. When a reflected wave is superimposed, when a reflected wave is superimposed on an incident wave, the resultant wave pattern is called a tertiary wave. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് ആണ്. വേവ്സിൻ്റെ പ്രതിഫലനം. ഇപ്പോൾ സൗണ്ട് വേവ്സൊക്കെ നമുക്കറിയാം, എക്കോയൊക്കെ ഉണ്ടാകുന്ന അറിയാം, അത് സൗണ്ട് റിഫ്ലക്ഷനാണ്. വേവ് ചെന്നിട്ട് ഏതെങ്കിലും ഒരു സർഫസിൽ ടച്ച് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യും, അതിനെ വിളിക്കുന്ന റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. ഇപ്പോൾ രണ്ട് തരത്തിലുണ്ട്, നമ്മൾ ഒരു തരത്തിലുള്ള മാത്രമേ പറയുന്നുള്ളൂ. റിഫ്ലക്ഷൻ ഫ്രം എ ഫ്രീ ബൗണ്ടറി, ഫ്രീ ആയിട്ടുള്ള ഒരു ബൗണ്ടറിയിൽ നിന്ന് ഈ സൗണ്ട് വേവ് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വേവ്സ് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് പറയുകയാണ്. റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. ലെറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് എ സ്ട്രിങ്, ഒരു സ്ട്രിങ്ങിലൂടെ പോകുന്ന വേവിൻ്റെ കാര്യമാണ് പറയുന്നത്. ലെറ്റ് ബോത്ത് എൻഡ്സ് of a string be free. Now if the transverse pulse is produced at one end, it is observed that the pulse propagates along the string and disappears while reaching at the other end. You see the figure. Another pulse appears to come from. ഇപ്പോൾ ഒരു വേവ് ആരംഭിച്ച് അതിൻ്റെ ആ ഫ്രീ എൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ബൗണ്ടറിയാണ്, ആ ബൗണ്ടറിയിൽ നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരികെ പോരുന്നത് കാണാം. റിഫ്ലക്റ്റഡ് വേവ്, റിഫ്ലക്റ്റഡ് പൾസ്, it appears to come back from free end. In this case there is no change in phase. ഇവിടെ ഫേസ് വ്യത്യാസം ഉണ്ടാകത്തില്ല. ഫേസ് അറിയാലോ, -5 ആണ്. In this case there is no change of phase of the reflected pulse. That is, no phase change in the pulse occurs when reflected from the free boundary. If the equation for incident wave is y is equal to if the equation of incident wave is y is equal to a sin omega t minus kx, then the equation of wave reflected from the free end will be y is equal to a dash sin omega t plus kx. മൈനസ് kx പ്ലസ് kx ആയിട്ട് മാറും. ആംപ്ലിറ്റ്യൂഡ് സ്ലൈറ്റ് ആയിട്ട് വ്യത്യാസപ്പെടാം. അതുകൊണ്ട് പുതിയ ആംപ്ലിറ്റ്യൂഡ് എ ഡാഷ് എന്ന് കൊടുക്കും. എ ഡാഷ് ഇസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി റിഫ്ലക്റ്റഡ് വേവ്. അതാണ് വേവ് റിഫ്ലക്ഷൻ. ഇനിയാണ് ടെർഷ്യറി വേവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, when a reflected wave is superimposed on an incident wave, the resultant wave pattern is called a tertiary wave. പ്രതിഫലിക്കുന്ന ഒരു വേവ് ഇൻസിഡൻറ്റ് വേവിൻ്റെ പുറത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്താൽ അപ്പോൾ കിട്ടുന്ന ഒരു വേവ് പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ടെർഷ്യറി വേവ്. ടെർഷ്യറി സ്പെല്ലിംഗ് നോക്കുക, STATIONARY. അതാണ് ടെർഷ്യറി സ്പ്രിംഗ്. നിശ്ചല തരംഗം എന്ന് പറയും, നിശ്ചല തരംഗങ്ങൾ എന്ന് പറയും. നേരെ മറിച്ച് ടെർഷ്യറി സ്പെല്ലിങ് STATIONERY ആണെങ്കിൽ അത് ടെർഷ്യറി ഗുഡ്സ്, ടെർഷ്യറി ഷോപ്പ് എന്നുള്ള അതിലെ സ്പെല്ലിംഗ് ആയിരിക്കും. സാധനങ്ങൾ വിൽക്കുന്നുണ്ടല്ലോ, ബുക്ക്, പെൻസിൽ, പേനയൊക്കെ, ടെർഷ്യറി ഗുഡ്സ്. അതിന് ERY ആണ് സ്പെല്ലിങ്, ഇതിന് ARY ആണ് സ്പെല്ലിംഗ്. ടെർഷ്യറി വേവ്സ്. When two identical progressive waves travel through a medium along the same line in opposite directions with equal velocities, they superimpose over each other and produce a new type of wave which is called tertiary wave or standing wave. Tertiary waveൻ്റെ മറ്റൊരു പേരാണ് സ്റ്റാൻഡിങ് വേവ്. These are called tertiary because there is no, അപ്പോൾ ഒരു വേവ് പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് ഇൻസിഡൻറ്റ് വേവിൻ്റെ പുറത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്താൽ കിട്ടുന്ന പുതിയ വേവ് പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ടെർഷ്യറി വേവ്. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റാൻഡിങ് വേവ്, നിശ്ചല തരംഗം എന്ന് പറയും. ദീസ് ആർ കോൾഡ് ടെർഷ്യറി വേവ്സ് ബിക്കോസ് ദെയർ ഈസ് നോ ഫ്ലോ ഓഫ് എനർജി എലോങ് ദ വേവ്. അപ്പോൾ ടെർഷ്യറി വേവിൽ
എനർജി ഫ്ലോ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റേഷണറി വേവ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് പ്രോഗ്രസീവ് വേവിൽ എനർജി ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. There are certain points half a wavelength apart which are permanently at rest called nodes, and there are some other points midway between the nodes at which the displacement is maximum. അപ്പോൾ ഒരു ടെഷണറി വേവിൽ അനേകം നോഡുകളും അനേകം ആൻറ്റി നോഡുകളും ഉണ്ട്. In a tertiary wave, there are a number of nodes and antinodes. In the nodes are the point at which the displacement of the particle on the string is zero, and at antinodes there is maximum displacement. In a tertiary wave, there are a number of nodes and antinodes. At the antinode, there is no displacement upward or downward for the particle, but in a antinode, there is maximum displacement. Equation of tertiary wave is y is equal to 2a cos 2 pi by lambda into x sine 2 pi nu t or 2 pi nt 2 pi sin omega t എന്ന് പറയാം, sin omega t or 2 pi b by lambda into t. That is the equation for tertiary wave, and its amplitude is given by y is equal to a sin 2 pi bt by lambda. 2 pi bt by lambda, where the resultant amplitude is a is equal to 2a cos 2 pi by lambda x. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഇക്വേഷനാണ് സ്റ്റേഷണറി വേവ് ഇക്വേഷൻ. അതിൽ ആ ടേം ഉണ്ടല്ലോ, y is equal to ക്യാപിറ്റൽ എ സൈൻ 2 pi nu t by lambda എന്ന് എഴുതുമ്പോൾ എയുടെ സ്ഥാനത്ത് വരുന്ന ടേം ഉണ്ടല്ലോ 2a cos 2 pi x by lambda, അതിനെ വിളിക്കുന്ന പേരാണ് റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. റിസൾട്ടൻ്റ് വേവ് ആംപ്ലിറ്റ്യൂഡ് ഇതൊരു സ്റ്റേഷണറി വേവിൻ്റെ പാറ്റേൺ ആണ്. ഒരു പോയിന്റ് ഒരു പോയിന്റ് ലെഫ്റ്റ് ഹാൻഡിൽ എടുക്കണം. അവിടെ നിന്ന് വേവ് മുന്നോട്ട് വന്നിട്ട് റൈറ്റ് ഹാൻഡ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അനേകം നോഡുകളും അനേകം ആൻറ്റി നോഡുകൾ കിട്ടും. പിന്നെ റിഫ്ലക്റ്റഡ് വേവ് ഈസ് സൂപ്പർ ഇമ്പോസ്ഡ്, വി ഗെറ്റ് ആൻ tertiary wave pattern. In a tertiary wave, there are a number of points at which the amplitude is zero. They are called nodes. In between nodes, there are points of maximum displacement. They are called antinodes. The distance between two nodes or two antinodes is equal to lambda by 2. അപ്പോൾ tertiary വേവിൽ ചില പോയിന്റുകൾ അനങ്ങാതിരിക്കും. അത്തരം പോയിന്റുകളെ നോഡെന്ന് പറയും. നോഡുകൾക്കിടയ്ക്ക് മറ്റ് ചില പോയിന്റുകളുണ്ട്, അവിടെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഈ അത്തരം പോയിന്റുകളെ ആൻറ്റിനോഡെന്ന് പറയും. രണ്ട് നോഡുകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ രണ്ട് ആൻറ്റി നോഡുകൾ തമ്മിലുള്ള അകലം ലാംഡ ബൈ 2 തുല്യമാണ്. ഇനി ഓർക്കണം, രണ്ട് ആൻറ്റി നോഡിനിടയ്ക്ക് ഒരു നോഡുണ്ട്. അപ്പോൾ ഒരു നോഡിൽ നിന്ന് അടുത്ത ആൻറ്റി നോഡിലേക്കുള്ള അകലം ലാംഡ ബൈ 4 ആയിരിക്കും. ആ കാര്യങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ്. A tertiary wave is characterized by the appearance of nodes, points of zero displacement, and antinodes, points of double the amplitude of either wave, that is maximum displacement. Number 2, every particle is in SHM. The period of each particle is same as that of the amplitudes of vibration varies from particle to particle. Number 3, the distance between two successive nodes or antinodes is lambda by 2. The distance between, number 4, the distance between a node and the antinode, next antinode, is lambda by 4. അടുത്ത പ്രോപ്പർട്ടി, no energy is transferred by a tertiary wave. Number 6, at nodes, the amplitude of particle is minimum, while at antinodes it is maximum. Number 7, the strain is minimum at nodes and maximum at antinodes. ഇനി ഒരു 2 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. Number 1, select the right choice. Energy is not carried by transverse progressive waves, longitudinal progressive waves, tertiary waves, electromagnetic waves. Answer is tertiary waves. എനർജി tertiary വേവ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇക്വേഷൻ ഓഫ് tertiary വേവ് ഈസ് ഗിവൺ ബൈ y is equal to 2y0
എക്ക് വരും നമ്മൾ സ്മോൾ എക്ക് വരും y0 എന്ന് പറയാം. 2y0 sin kx cos omega t. अब y is equal to y0 sin kx minus omega t. Y is equal to y0 cos 2 pi kx by lambda minus 1 by t. dy is equal to y0 sin 2 nu t by lambda. അപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ എ ആണ് ഉത്തരം. y is equal to ക്യാപിറ്റലിലെ കോസ് ഒമേഗ ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ക്യാപിറ്റലിലെ കോസ് ഒമേഗ ടി എന്ന് എഴുതാം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡായിട്ട് സൈൻ കെ എക്സ് 2y0 സൈൻ കെ എക്സ് വരും. സൈനും കോസും മറിഞ്ഞു വരാം, കാരണം രണ്ടും ഓസിലേറ്ററി ഫംഗ്ഷനാണ്. ഒമേഗ ടി വരുന്ന ടേമാണ് ടൈം വെച്ച് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾ. വിത്ത് യുവർ 117th class we continue. Thank you.